എന്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് അനീഷ് ബാലേന്ദ്രൻ നായർ എന്നാണ്. ഞാൻ ഏകദേശം 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ ദൈവത്തെ കണ്ടെത്തുന്നത്. ഞാൻ ഒരു ഹിന്ദു നായർ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരാളാണ്. എന്റെ അമ്മ മുഖാന്തരമാണ് ഞാൻ യേശുവിനെ കണ്ടെത്താൻ സാധിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ എന്റെ അച്ഛനൊരു മിലിറ്ററിക്കാരനാണ്, ഒരു മദ്യപാനിയാണ്. മറ്റുള്ള മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്നത് തന്നെ അമ്മയ്ക്ക് ഒരു ഭയം ഉണ്ടായി. ഞാൻ വളർന്നു വലുതായി കഴിയുമ്പോൾ ഞാനും ഒരു മദ്യപാനിയാകുമോ, അച്ഛനെ പോലെ തന്നെ ആകുമോ, അങ്ങനെയൊക്കെ ഏതൊരു മാതാപിതാക്കൾക്കും ഉണ്ടാകുന്ന ഒരു ഭയം കൊണ്ട് അമ്മ പല പല മീറ്റിങ്ങുകൾ, പല ആരാധനകള്, പല കൺവെൻഷനുകളിലൊക്കെ കടന്നു പോകാൻ തുടങ്ങി. അങ്ങനെ ആ പോകുന്ന വഴിയിലാണ് അമ്മ യേശുവിനെ കണ്ടെത്താൻ സാധിച്ചത്. ആ കൂടെ ദൈവത്തെ കണ്ടെത്താൻ എനിക്കും സാധിച്ചു. ഞാനിപ്പോ ഓർക്കുമ്പോൾ ഞങ്ങളെ വിശ്വാസത്തിൽ കടന്നു വന്ന സമയത്ത് ഞാൻ പഠിക്കുന്ന സമയങ്ങളെ കുറിച്ചൊക്കെ ഓർക്കുകയായിരുന്നു. അമ്മ വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ വളർത്തിയതും പഠിപ്പിച്ചതുമൊക്കെ. ഞാൻ രാവിലെ അമ്മ പുല്ല് പറിച്ചിട്ട് പറമ്പി വെച്ചേക്കും, ഞാൻ പാല് കൊണ്ട് കൊടുക്കണം, പുല്ല് കൊണ്ട് തിരിച്ച് വീട്ടിലിട്ടിട്ട് ഓടി വേണം ബസ്സിന് കയറി പോകാൻ. പിന്നെ ആദ്യകാലങ്ങളിൽ ഞാൻ ചെയ്യാത്ത ജോലികളൊന്നുമില്ല, മണ്ണ് ചുമ്മാൻ പോകുമായിരുന്നു, ഹോളോബിക്സ് ഫാക്ടറിയിൽ ജോലിക്ക് പോകുമായിരുന്നു. അപ്പോൾ പലരും എന്നോട് പറഞ്ഞു, നീ യേശുവിനെ കണ്ടെത്തി നിന്റെ ജീവിതം പരാജയമാണ്. പലപ്പോഴും എന്റെ ഹൃദയത്തിൽ എന്നോട് തന്നെ സംസാരിക്കുന്നുണ്ടായിരുന്നു, നീ ഒരു പരാജയമാണ് എന്നിങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു ദൈവം നമ്മെ ഉയർത്തുന്നു. പക്ഷേ അന്നിപ്പോഴൊന്നും ഒരു ലക്ഷ്യം കാണാൻ സാധിച്ചില്ല. പിന്നീട് എന്നെ ഞാൻ PSC ഫിസിക്സ് SB കോളേജിൽ നിന്ന് നല്ല മാർക്കോടുകൂടി പാസ്സാകാൻ സഹായിച്ചു. അതിനുശേഷം ഞാൻ MCA പഠിച്ചു, MCA പാസ്സായി. ഈ സമയത്തൊന്നും തന്നെ എനിക്ക് ഹോപ്പ് നൽകുന്ന ഒന്നും എന്റെ ജീവിതത്തിൽ സംഭവിച്ചില്ല. വളരെ കഷ്ടതയിലൂടെ തന്നെയാണ് എന്റെ ജീവിതം കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഞാനൊരു ഹിന്ദു നായർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നത് അനേക പ്രതിസന്ധികൾ എന്റെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ടായിരുന്നു. കാരണം അച്ഛനും ആർക്കും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരുന്നില്ല. കാരണം അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. അവരുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ മാറി പെന്തക്കോസ്തിൽ പോയി. പലരും പറഞ്ഞു അമേരിക്കയിൽ നിന്ന് കാശ് കിട്ടാനാണ്, പിന്നെ അമേരിക്കയിൽ പോകാനാണ്, പല പല കാരണങ്ങൾ വരുന്നത്. നിന്റെ കുടുംബത്തിൽ ആരും ഇനി അങ്ങനെ കല്യാണം കഴിക്കുക, ആരുടെ കല്യാണം ഒന്നും കഴിക്കാൻ പോകുന്നില്ല, അങ്ങനെ പല പല കാരണങ്ങൾ ഇങ്ങനെ നാട്ടുകാരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അത് നമ്മളെ മാനസികമായി പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ ക്രിസ്തുവിൽ ഉറച്ച് നമ്മൾ വിശ്വസിച്ച് ജീവിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ MCA കഴിഞ്ഞ സമയത്ത് അതുപോലെ തന്നെ പല സമയങ്ങളിലും ഞങ്ങൾ ഉറങ്ങിക്കൊണ്ടിരുന്നത് വീടിന്റെ പുറത്താണ്. ഞങ്ങളുടെ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല, നല്ല ആരോഗ്യത്തോടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു അമ്മയായിരുന്നു. അമ്മയ്ക്ക് ഇപ്പോൾ ചെറിയൊരു ചട്ടുണ്ട്. ചട്ട് വന്നത് വേറൊന്നും കൊണ്ടല്ല, അച്ഛൻ്റെ നല്ല സൂപ്പർ തൊഴി കിട്ടി. തൊഴി കിട്ടുന്ന പട്ടാളക്കാരന്റെ തൊഴിയാണ്, നല്ല സൂപ്പർ തൊഴി. അതുകൊണ്ട് ആ ചട്ടുമായിട്ടാണ് അമ്മ ഇപ്പോഴും നിൽക്കുന്നത്. അമ്മ ഇപ്പോഴും കഴിഞ്ഞ ദിവസം കൂടെ കുറച്ച് ദിവസം ഹോസ്പിറ്റലിലൊക്കെ കടന്നിട്ടാണ് വന്നത്. വേറൊന്നുമല്ല, ആ തൊഴി ഇടിയും കിട്ടിയതിന്റെ വേദന ഇപ്പോഴും അമ്മയുടെ മേത്തുണ്ട്. തൊഴി ഇടിയും കിട്ടിയതിനായി സ്തോത്രം. ദൈവം അതുകൊണ്ട് ഞങ്ങളെ മാനിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വളരെ കഷ്ടപ്പാടിലൂടെ എനിക്കൊരു പെങ്ങളുണ്ട്. പ്രായമായ പെങ്ങളെയും കൊണ്ട് പല രാത്രികളിലും ഞാനും എന്റെ അമ്മയും പെങ്ങളും പറമ്പിൽ രാത്രി കിടന്നിട്ടുണ്ട്. പാമ്പുള്ള പറമ്പാണ്, കുഴിയുള്ള പറമ്പാണ്, റബ്ബറിന്റെ കുഴിയെടുത്ത് കുഴിയുണ്ട്. ഈ കുഴിക്കടയിൽ കൂടെയാണ് ഓടി വേണം രക്ഷപ്പെടാൻ. അച്ഛൻ കല്ലെടുത്തെറിയും, നല്ല ഉന്നമാണ്, പട്ടാളക്കാരനാണ്, നല്ല ഉന്നമാണ്, എടുത്തെറിയും. അതിൽ നിന്ന് രക്ഷതേടി ഓടുമായിരുന്നു. വീടിന്റെ പുറത്ത് കിടന്നുറങ്ങുമായിരുന്നു, ചാർപ്പിൽ കിടന്നുറങ്ങുമായിരുന്നു. പല രാത്രികളിൽ ഞങ്ങൾ അങ്ങനെ ഉറങ്ങിയിട്ടുണ്ട്.